ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് സ്കോർപ്പിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഡിസംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സിന്. അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് ഡിസംബർ മാസത്തിൻ്റെ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപ്പിയോ, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഡിസംബർ മാസത്തിൻ്റെ ചാരിയറ്റാണ്. നിങ്ങൾക്ക് പാസ്റ്റിൽ ഉള്ള എനർജി നിങ്ങളുടെ 9 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളുടെ എംപ്രസ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ 10 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം ചാലഞ്ചായിട്ട് വന്നിരിക്കുന്ന 2 ഓഫ് പെൻറ്റിക്കിൾസ്. അഡ്വൈസ് ആയിട്ട് പേജ് ഓഫ് സ്വോർഡ്സ്. സർപ്രൈസ് ഫാക്ടർ പേജ് ഓഫ് വാൻഡ്സ്. എന്താണ് നിങ്ങളുടെ ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ സ്കോർപ്പിയോ, ചാരിയറ്റ് എനർജിയാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഇത് ഫോർവേഡ് മൂവ്മെൻറ്റിൻ്റെ എനർജിയാണ്, ട്രാവൽഡ് എനർജിയാണ്, ചോയ്സ് ഉള്ള എനർജിയാണ്. ചോയ്സ് ഉണ്ടാവുമ്പോൾ ആണ് ചാരിയറ്റ് വരിക. അപ്പോൾ എന്തോ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഈ മാസം. അതല്ലാണ്ട് ട്രാവലും ഉണ്ടാവും. മറ്റ് കാര്യങ്ങളെല്ലാം ഒരു സക്സസ്ഫുൾ എനർജി ഞാൻ കാണുന്നുണ്ട് കരിയറിലേക്ക്. അപ്പോൾ എന്താണ് ഈ ചാരിയറ്റ് എനർജി? ഇവിടെ ക്യാൻസർ എനർജിയാണ് ചാരിയറ്റ്. 7 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ചില ബ്ലോക്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ എനർജിയിൽ ചില ബ്ലോക്സ് ഉണ്ട്. നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ തന്നെ ചില ബ്ലോക്സ് ഉണ്ടാവാം. അങ്ങനെയാണ് വെച്ചാൽ നിങ്ങൾ മുമ്പോട്ട് പോവും. ഇത് ഒരു കൺഫർമേഷനാണ്. അത് നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യണ ബ്ലോക്സൊക്കെ ഫ്യൂച്ചറിൽ ഡിസംബറിൽ എസ്പെഷ്യലി നിങ്ങളത് ഈസിലി ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ട്രോങ് ആയിട്ട് ഇതിനെ ഫൈറ്റ് ചെയ്യുക. ഈ ബ്ലോക്സൊക്കെ ഉണ്ടായാലും കുറച്ചൊരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. എന്താ വെച്ചാൽ ഈ ബ്ലോക്സൊക്കെ ടെമ്പററി ബ്ലോക്സ് ആണ്. ഞാനിവിടെ കാണുന്നത് കുറേ ക്ലാരിറ്റിയാണ് പറയണത് നിങ്ങളുടെ മനസ്സിൽ. ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങൾക്കെല്ലാം ഒരു ക്ലിയറായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ എനിക്ക് ചെയ്യേണ്ടതെന്ന് ആൻഡ് എങ്ങനെയാണ് എനിക്ക് മുമ്പോട്ട് പോകേണ്ടതെന്ന്. ആൻഡ് കുറേ ഒരു പ്രാക്ടിക്കൽ എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ എല്ലാം കാര്യങ്ങൾ ഈസിലി നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും, ഒരു തീരുമാനം എടുക്കാൻ പറ്റും, ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സിംഗിൾ ആയിരിക്കാം, പക്ഷേ ഇവിടെ ഫിനാൻഷ്യലി കുറേ നല്ല ആയിരുന്നു നിങ്ങൾക്ക്. പാസ്റ്റിൻ്റെ എനർജിയാണിത്. 5 ഓഫ് വാൻഡ്സ് ഉണ്ട്. ഇവിടെ കോമ്പറ്റീഷൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടായാലും ഇവിടെ ഞാൻ കാണുന്നത് കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു ഫയർ സൈൻ ആയിരുന്നു, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആയിരുന്നു. ഈ പേഴ്സൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇവർ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു പേഴ്സണാണ്. പറഞ്ഞാൽ അവർക്ക് ഒരു തരത്തിലും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണ്ട, ഫ്രീ ആയിട്ട് വേണം, ഒരു റിലേഷൻഷിപ്പ് വേണം, പക്ഷെ അവർക്കൊരു ഇതൊന്നും വേണ്ട, റെസ്പോൺസിബിലിറ്റി ഒന്നും വേണ്ട. അങ്ങനത്തെ എനർജിയാണ് ഞാൻ കാണുന്നത്. കുറച്ചൊരു പ്ലെയർ എനർജി ഉണ്ട്. അപ്പോൾ ഇവർ വേറെ ആൾക്കാരുടെ കൂടിയും ചിലപ്പോൾ അവർ ഇൻവോൾവ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്ലേർട്ടിംഗ് ഉണ്ട്, അട്രാക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ കമ്മിറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ എംപ്രസ് ആണ് കാണുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇവിടെ ഒരു പ്രഗ്നൻസിയുടെ എനർജിയും ഉണ്ട്. അപ്പോൾ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ പ്രഗ്നൻസി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല വെച്ചാൽ അത് ഉണ്ടാവാനുള്ള ചാൻസസ് ഹൈ ആണ്. അതല്ലാണ്ട് ഇവിടെ കുറേ ഗ്രോത്തും ഫെർട്ടിലിറ്റിയുടെ എനർജി ഉണ്ട്. 6 ഓഫ് വാൻഡ്സ് ഫെയിമിൻ്റെ എനർജി ഉണ്ട്.
ആൻഡ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ മിസ്സിങ് ആണ് വെച്ചാൽ ഇവർ തിരിച്ചു വരണ എനർജിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. കുറേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കുറേ ഫ്ലേർട്ടിങ് എനർജി ആദ്യം ഞാൻ കാണുന്നുണ്ട്. ഇത് കുറേ അൺഎക്സ്പെക്റ്റഡ്ലി ആണ് അവർ, ഒട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യുമെന്ന്. അങ്ങനെ ഒരു മെസ്സേജ് വരണു. പക്ഷേ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു ബിട്രിയലാണ്. അപ്പോൾ സൂക്ഷിക്കണം സ്കോർപ്പിയോ. എന്താ വെച്ചാൽ ഈ പേഴ്സണെ ഒട്ടും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ ഞാനൊരു എൻഡിങ് ആണ് കാണുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണോ. ഈ സിറ്റുവേഷനിൽ കുറേ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, കുറേ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്, നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സണും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് ആണ് ഫ്യൂച്ചർ നിങ്ങൾക്ക്. എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ വേറെ ഓപ്ഷൻസും കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്, ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വന്നിരിക്കണു ആൻഡ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, എന്താ വേണ്ട അറിയില്ല. ഈ പേഴ്സൺ പാസ്റ്റ് പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ട്, പക്ഷേ അതൊരു സ്റ്റേബിൾ കണക്ഷൻ അല്ല. പക്ഷേ ഈ വരാൻ പോണ പേഴ്സൺ, ഫ്യൂച്ചറിൽ കാണുന്ന പേഴ്സൺ, ആ പേഴ്സൺ കുറേ സ്റ്റേബിളാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പേടി, എന്താ വെച്ചാൽ ഈ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്, എന്താ വേണ്ടേ, ഞാനൊരു ശരിയായ ഡിസിഷനാണോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ്ങിൻ്റെ എനർജി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ഈ പാസ്റ്റ് പേഴ്സണിൻ്റെ കൂടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ എൻഡിങ് ഉണ്ടാവും. ആൻഡ് അതിന് നിങ്ങൾക്ക് ഇപ്പോൾ പിന്നെ ആദ്യം മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. അതാണ് നിങ്ങളുടെ പേടിയുള്ളത്. അഡ്വൈസ് നിങ്ങൾക്ക് പേജ് സോഡ്സ് ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് വേറെ ആൾക്കാരെ കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ പുതിയ ഒരു പേഴ്സൺ വരുന്നുണ്ട്. ഈ പേഴ്സൺ, ഇൻഫാക്റ്റ് ഈ പേഴ്സൺ അല്ലാണ്ടിയും ഞാൻ കാണുന്നത് കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളോട് ഒരു ചാൻസ് എടുക്കാനാണ് പറയണത്. ഈ പേഴ്സൺ, പാസ്റ്റ് പേഴ്സൺ ക്ലിയർലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയല്ല. പക്ഷേ ഈ പേഴ്സൺ അല്ലാണ്ടിയും നിങ്ങളുടെ ലൈഫിൽ വേറെ ആൾക്കാർ കാണാണ്ട് നിങ്ങൾക്ക് അതിനെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് നിങ്ങൾക്ക് വേണ്ടി എന്താ നല്ലത്, എന്താ ശരിയായി ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാവണം, അതൊക്കെ ഇപ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് അതിനെക്കുറിച്ച്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കൊണ്ടുവരാൻ ലൈഫിൽ. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ക്ലാരിറ്റിയുടെ എനർജി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മാസം കുറച്ച് ഒരു ബ്ലോക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കുറേ ക്ലാരിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നിങ്ങൾ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആവാം. ഞാൻ കാണുന്നത് ആദ്യം ഞാൻ പറഞ്ഞ മാതിരി ഈ ഫയർ സൈൻ തിരിച്ചു വരാൻ പോകുന്നുണ്ട്, ഒരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. അതാണ് സർപ്രൈസ് ഫാക്ടർ. അപ്പം നിങ്ങൾക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഈ പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. മേ ബി അപ്ലിക്കും നിങ്ങളൊരു പുതിയ പേഴ്സണെ മീറ്റും ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ, എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്താ വെച്ചാൽ ഈ പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ വെയിറ്റ് ചെയ്തായിരുന്നു. ആൻഡ് ഈ പേഴ്സൺ ഇപ്പോഴാണ് പറയണേ. അപ്ലിക്കും നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതൊരു കൺഫ്യൂസിങ് ടൈമാണ്. ഔട്ട്കം നിങ്ങൾക്ക് 6 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഈ ഒരു ഇൻബാലൻസ്ഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത് ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ കുറേ ബാലൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു വെരി സ്റ്റേബിൾ എനർജിയാണ്. ഈ പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യണത് മേ ബി നിങ്ങളുടെ വർക്കിൻ്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്യണത്. പക്ഷേ ഈ പേഴ്സൺ കുറേ ഒരു ഫിനാൻഷ്യലി സെക്യൂർ പേഴ്സൺ ആണ്. അതുമാത്രമല്ല അവരുടെ ഇൻറ്റൻഷനും നല്ലതാണ്. ഇവിടെ കുറേ ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. ഇവർ വരണതും നിങ്ങൾക്കൊരു സീരിയസ് ഓഫറാണ് കൊണ്ടുവരാൻ പോണേ. ഈ പേഴ്സൺ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു മാരേജ് വേണം, ഒരു ഫ്യൂച്ചർ വേണം, അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് ഇത്. ആൻഡ് ഇത് യൂണിവേഴ്സിനെ കൊണ്ടുവരുന്ന ഒരു കാർമിക് ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു നിങ്ങൾക്ക് പെർഫെക്റ്റായി ഫിറ്റ് ആവണ ഒരു പേഴ്സൺ, നിങ്ങളുടെ എക്സ്പെക്റ്റേഷനെ ഫിറ്റ് ആവണ ഒരു പേഴ്സൺ അങ്ങനെ കൊണ്ടുവരണു. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളോട് ശരിയായി ഡിസിഷൻ എടുക്കാനാണ് പറയണത് ഇവിടെ. ഈ പേഴ്സൺ വരുമ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല, ഓക്കെ. പക്ഷേ ആ പേഴ്സണാണ് നിങ്ങളുടെ ഡെസ്റ്റിനി, നിങ്ങളുടെ ഫ്യൂച്ചർ ഉള്ളത്. എന്തായാലും സ്കോർപ്പിയോ ഡിസിഷൻ നിങ്ങളുടെയാണ്. സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് പറയണത്? ഒറക്കിൾ മെസ്സേജ് പറയണത് ഹെൽപ്ഫുൾ പീപ്പിൾ. അപ്പോൾ കുറേ ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്.
ഡിസിഷൻ എടുക്കാൻ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. നോ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷനിൽ നോ ആണ് ആൻസർ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് സ്കോർപ്പിയോ. നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ ഞാൻ കാണുന്നത് ഒരു ഫയർ സൈൻ ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോണ പേഴ്സൺ ഒരു എർത്ത് സൈൻ ആവാം, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.